നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ പ്രശ്നത്തിലാണ് കൊണ്ടിരിക്കുകയാണ്. മിലോസ് റെഞ്ചിച്ച് ആണെങ്കിലും അലക്സാണ്ടർ കൊയ്ഫ് ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത്ര ആ ഒരു രീതിയിലേക്ക് ഉയർന്നില്ല. എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിച്ചിട്ടുള്ള സീസണെല്ലാം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. പക്ഷേ എന്താ ഞാൻ പറഞ്ഞത്, കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിച്ചെന്ന്. സോറി, എന്തെങ്കിലും കപ്പിൻ്റെ കാര്യമല്ല ഞാൻ അറിയാതെ പറഞ്ഞാണ് ഞാൻ ഉദ്ദേശിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ കയറിയിട്ടുള്ള സീസണെല്ലാം ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നമ്മുടെ ഡിഫൻസ് വേറെ ലെവലായിരുന്നു. ആരോൺ ഹ്യൂസ്, സെൻട്രിക് ഹെഗ്ബർട്ട്, സന്ദേശ് നിങ്ങൻ ഇവരൊക്കെ നയിച്ച ഒരു ഡിഫൻസ്, ആ ഒരു മൂന്നാം സീസണിലെ ഡിഫൻസ്, അതുപോലെ ആദ്യത്തെ സീസൺ സെൻട്രിക് ഹെഗ്ബർട്ടിൻ്റെ ആ ഒരു ഡിഫൻസ്, സന്ദേശ് നിങ്ങൻ്റെ ആ ഒരു ഡിഫൻസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. അതുപോലെ തന്നെ മാർക്കോ ദസോസിച്ച്, അതുപോലെ തന്നെ അനസിപ്പോവിച്ച്, ഇവരുടെ ആ ഒരു ഡിഫൻസ് നമ്മൾ അവസാനമായിട്ട് ഫൈനലിൽ കയറിയ ആ ഒരു സീസൺ, ലിവാൻ മുക്കുമനുഷ്യൻ്റെ ആ ഒരു സീസൺ, എല്ലാ ഡിഫൻസിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് മാർക്കോ ലെസ്കോവിച്ചിൻ്റെ ആ ഒരു പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. സോ എന്തായാലും ഇപ്പോൾ നമുക്ക് ആ ഒരു ലീഡർഷിപ്പില്ല, ആ ഒരു പവറില്ല ഡിഫൻസിൽ. നമ്മൾ നോക്കിയാൽ മതി. അലക്സാണ്ടർ കൊയ്ഫ് ആണെങ്കിലും മിലോസ് റെഞ്ചിച്ച് ആണെങ്കിലും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഉയരുന്നില്ല. സോ അത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. സോ ഇപ്പോൾ ആരാധകരെല്ലാം പറയുന്നത് മാർക്കോ ലെസ്കോവിച്ചിനെ തിരിച്ചു കൊണ്ടുവരൂ എന്നാണ്. സോ അതായത് തിരിച്ചു കൊണ്ടുവരണോ വേണ്ടായോ എന്നൊക്കെ മറ്റൊരു കാര്യം. ബട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഒരു ഇഞ്ചറി പോൺ പ്ലെയറാണ്. അതുപോലെ തന്നെ അദ്ദേഹം കുറച്ച് ഏജ്ഡായി ഇപ്പോൾ. സോ അതായത് തിരിച്ചു കൊണ്ടുവന്ന കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് വേണമെങ്കിൽ മിലോസ് അല്ല, മാർക്കോ ലെസ്കോവിച്ചിനെക്കാട്ടി കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ഡിഫൻഡറിനെ നോക്കാം. സോ ആ ഒരു ലെവൽ ഓഫ് കണ്ടുപിടുത്തങ്ങളിലേക്ക് പോവുക ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ. സോ എന്തായാലും നീക്കങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ആദ്യത്തെ കാര്യം പറയുക, ജനുവരി ട്രാൻസ്ഫർ വിൻഡോ വരെ കാത്തിരിക്കുന്നത് ഭയങ്കര തെറ്റാണ്. കാരണം അതിന് മുമ്പ് നമുക്ക് 3-4 മത്സരങ്ങളുണ്ട് ആ ഒരു ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്തതിന് മുമ്പ് തന്നെ. സോ അതൊരു പ്രശ്നമാകും. കാരണം 3-4 12 പോയിൻറ്റോളമാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ദിശയിലേക്ക് അടുത്തിൽ കാണാൻ